പയ്യന്നൂരിന് പുറത്തുള്ളവർ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യന്നൂരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഈ നാട്ടിലുള്ള ആൾക്കാർ വരാൻ പേടിക്കുന്നത് അവരുടെ കിണറുകളിൽ വിഷം കലക്കും, അല്ലെങ്കിൽ ജനാല ചില്ലുകൾ ഇവർ തകർത്തെറിയും. ഇതൊക്കെ ഭയന്നാണ് ആൾക്കാർ പരസ്യമായി സപ്പോർട്ട് ചെയ്യാത്തത് എന്ന് പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും കുഞ്ഞികൃഷ്ണന് പറ്റിയാൽ അത് ഈ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ വെട്ടിലാക്കുമെന്നുള്ള ഒറ്റ ഭയം കൊണ്ട് തന്നെയാണ് കുഞ്ഞികൃഷ്ണൻ ഒന്നും ചെയ്യാത്തത്, അല്ലാതെ സ്നേഹം കൊണ്ടല്ലാതെ. പക്ഷെ പയ്യന്നൂർ പോലൊരു സ്ഥലത്ത് അല്ലെങ്കിൽ കണ്ണൂരിലെ പല സ്ഥലങ്ങളിലും ഇത്തരം റീത്തുകൾ വരുമ്പോൾ ഭയക്കേണ്ടത് തന്നെയാണ്. സൗവർണിക, CPM-നെതിരെ ആരൊരു വാക്കുകൊണ്ടുപോലും പറഞ്ഞാൽ അവർ വെറുതെ വിടില്ല. അതായത് CPM-നെതിരെ കാരണം ഭരണപക്ഷത്തെ എതിർക്കുക എന്നുള്ളതാണ് ഒരു പ്രതിപക്ഷ ധർമ്മം എന്ന് ഇരിക്കെ, ഇപ്പോൾ മാധ്യമങ്ങളായാൽ പോലും മാധ്യമങ്ങൾ എപ്പോഴും ഒരു പ്രതിപക്ഷ ഭാഗത്ത് തന്നെയാണ് നിൽക്കേണ്ടത്. ഇപ്പൊ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഞാനായാലും സൗവർണികയായാലും നമ്മളുടെ അഭിപ്രായങ്ങളെല്ലാം ഭരണപക്ഷത്തെ വിമർശിക്കുന്നതായിരിക്കണം. അവർ നല്ലത് ചെയ്താൽ നല്ലതെന്ന് അംഗീകരിക്കണം. പക്ഷെ എതിർക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കേണ്ടതിന് വിമർശിക്കുക തന്നെ വേണം. അങ്ങനെ വിമർശിക്കുമ്പോൾ യാതൊരു ദയയും കൂടാതെ അതിനെതിരെ പ്രതികരിക്കുന്നവരാണ് പൊതുവെ CPM-കാർ. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇത്തരത്തിലൊരു അസഹിഷ്ണുതയില്ല. അതിനി അവരുടെ പാർട്ടിക്കാരായിക്കൊള്ളട്ടെ വേറൊരു പാർട്ടിക്കാരായിക്കോട്ടെ, അവർ കൃത്യമായി തന്നെ വളരെ ക്രൂരമായി അവരാണ് ചെയ്തത്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അവരുടെ പ്രവൃത്തികൾ. മലയാളികളുടെ മുന്നിൽ TP ചന്ദ്രശേഖരൻ എന്ന ഒരു പഴയ സഖാവ് എന്ന് തന്നെ പറയാം, അദ്ദേഹവും KK രമ എന്നൊരു വിധവയും കൺമുന്നിൽ തന്നെ ഉണ്ട്. അത് അപ്പോ ഇപ്പൊ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന CPM-കാരൻ, അദ്ദേഹത്തിന് CPM-ൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ ആ CPM-ന്റെ മെമ്പർഷിപ്പ് ഇല്ലെന്നേ ഉള്ളൂ. വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം ഏറ്റുവാങ്ങിയ ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ റീത്ത് വെച്ചു. ഇപ്പൊ വി കുഞ്ഞികൃഷ്ണൻ പുസ്തകം എഴുതുന്നു, അദ്ദേഹത്തിന്റെ ബൈറ്റുകൾ വൈറലാവുന്നു, ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ആശങ്ക അറിയിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഇന്നോവ വരുമോ, മാഷ അല്ലാന്ന് എഴുതിയ ഇന്നോവ വരുമോ എന്ന് ഒരുപാട് പേര് ആശങ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കുഞ്ഞികൃഷ്ണന് സംഭവിക്കുക, അതല്ലെങ്കിൽ ഒരു TP ചന്ദ്രശേഖരൻ ഉണ്ടായതുപോലെ ഒരു ദുരനുഭവം ഉണ്ടാകുമോ എന്ന് പല ആശങ്കകളും പറഞ്ഞു. ഇപ്പൊ വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് പ്രതികരണം നടത്തുന്ന ആൾക്കാർ പോലും അവരെ കുറിച്ച് പോലും ആശങ്കകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ അയാളെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ദോഷമുണ്ടാകും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പുസ്തകം പ്രകാശന സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. അതിൽ തന്നെ പയ്യന്നൂരിന് പുറത്തുള്ളവർ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യന്നൂരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഈ നാട്ടിലുള്ള ആൾക്കാർ വരാൻ പേടിക്കുന്നത് അവരുടെ കിണറുകളിൽ വിഷം കലക്കും, അല്ലെങ്കിൽ ജനാല ചില്ലുകൾ ഇവർ തകർത്തെറിയും. ഇതൊക്കെ ഭയന്നാണ് ആൾക്കാർ പരസ്യമായി സപ്പോർട്ട് ചെയ്യാത്തത് എന്ന് പറഞ്ഞു. ചേച്ചി, പയ്യന്നൂർ എന്നൊക്കെ പറയുന്നത് ഒരു ജനാധിപത്യമില്ലാത്ത ഒരു സ്ഥലമാണ്. ഈ എന്താണ് കമ്മ്യൂണിസ്റ്റ് കോട്ടകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ മറ്റൊരു പാർട്ടിക്ക് കൊടി പിടിക്കാൻ പോലും ഭയക്കേണ്ട സ്ഥലങ്ങളാണ്. അത്തരം സ്ഥലത്ത് നിന്ന് ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ എന്തിന്റെ പേരിലാണെങ്കിലും പാർട്ടിക്കെതിരെ സംസാരിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ പാർട്ടിയെ വിശ്വസിച്ച് നിന്ന തിരുത്തണം. അതൊരു തിരുത്തുണ്ട്. പാർട്ടിക്കെതിരെ അല്ല പറഞ്ഞത്, പാർട്ടിക്കുള്ളിലെ ചില നേതാക്കന്മാർ കാണിക്കുന്ന എന്താണ് കുത്തഴിഞ്ഞ പ്രവർത്തികൾക്കെതിരെയാണ് സംസാരിച്ചത്. അതെങ്ങനെയാണ് പാർട്ടിക്കെതിരെയാകുന്നത്? പാർട്ടിക്കെതിരെയാണ് എന്നുള്ള അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ ഈ അഴിമതി കാണിക്കുന്ന വ്യക്തികളാണോ പാർട്ടി എന്ന് പറഞ്ഞാൽ? അല്ല, പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പുറത്താക്കിയിരിക്കുന്നത്. അപ്പൊ ചേച്ചി ഒന്ന് ആലോചിക്കണം, കുഞ്ഞികൃഷ്ണന്റെ ഉള്ളിൽ പോലും ഒരു ഭയം ഉണ്ടായിരിക്കും, പുറത്ത് കാണിച്ചില്ലെങ്കിൽ പോലും. കാര്യം നമുക്കറിയാം, ഒപ്പം നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എതിരെ പറയുന്നവരെ ആരെയും അല്ലെങ്കിൽ എതിർത്തു വന്ന ശബ്ദങ്ങളെയൊക്കെ ഇല്ലാതാക്കിയ ചരിത്രമാണ് ഈ പാർട്ടിക്കുള്ളത്. അതിപ്പോ MV രാഘവനാണെങ്കിലും TP ചന്ദ്രശേഖരനാണെങ്കിലും ഗൗരിയമ്മയെ പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ അല്ലെങ്കിൽ അത്തരം ഒരു പാർട്ടിയാണ് CPM. അപ്പൊ അതിനെതിരെ സംസാരിക്കുമ്പോൾ പേടിക്കണം. ഈ റീത്ത് വെച്ചത് കുഞ്ഞികൃഷ്ണന്റെ വീട്ടിലല്ല, ആ പുസ്തകം ഏറ്റുവാങ്ങിയ ആളുടെ വീട്ടിലാണ്. അപ്പൊ അതുകൊണ്ട് അവർ എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? കുഞ്ഞികൃഷ്ണനെ ആര് സപ്പോർട്ട് ചെയ്താലും ഇപ്പോൾ ഈ ആദ്യം ഈ അനിൽകുമാർ ആരാന്റെ പ്രൊഫസർ MN വിജയന്റെ മകനാണ് ഈ VS അനിൽകുമാർ. അദ്ദേഹം ഒരു എഴുത്തുകാരനും സാമൂഹ്യ വിമർശകനുമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ഒരു റീത്ത് വെച്ചതിലൂടെ ഈ CPM കൊടുക്കുന്ന ഒരു സന്ദേശം, ആരൊരാൾ ഇനി ഈ കുഞ്ഞികൃഷ്ണനെ സപ്പോർട്ട് ചെയ്താലും അതല്ലെങ്കിൽ പാർട്ടിയെ വിമർശിക്കുക എന്നാൽ പാർട്ടിയെ നയിക്കുന്നവരെ, പാർട്ടി ഇപ്പൊ ആരുടെ കൈപ്പിടിയിലാണോ ആ ആൾക്കാർക്കെതിരെ വിമർശനം ഉന്നയിച്ചാൽ ഈ റീത്ത് അവരുടെ വീട്ടുമുന്നിലല്ല, ഇനി നെഞ്ചത്ത് വെക്കേണ്ടി വരും എന്നുള്ള ഒരു
ഒരു വാണിംഗ് ആണ് ഇത് യഥാർത്ഥത്തിൽ പേടിപ്പിക്കുന്നതാണ്. പിന്നെ നമുക്കത് എന്താണ് ആ വാണിങ്ങിന് അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ റീത്ത് വെക്കുമ്പോൾ കൂളായിട്ട് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ അധികം ആരും പേടിക്കില്ല. കാര്യം തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇവരുടെ കോട്ടകളല്ല. അവിടെ എല്ലാ പാർട്ടിക്കാരും അല്ലെങ്കിൽ എല്ലാ മുന്നണിയുമുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ പയ്യന്നൂർ പോലൊരു സ്ഥലത്ത് അല്ലെങ്കിൽ കണ്ണൂരിലെ പല സ്ഥലങ്ങളിലും ഇത്തരം റീത്തുകൾ വരുമ്പോൾ ഭയക്കേണ്ടത് തന്നെയാണ്. കാര്യം അടുത്തത് എന്ത് ചെയ്യും? ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയമായതുകൊണ്ട് അത്തരം മണ്ടത്തരങ്ങൾ ചെയ്യില്ല എന്ന് സമാധാനിക്കാനാകും. ഇവർ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഈ കുഞ്ഞികൃഷ്ണനെ പോലും ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ ഒന്നും ചെയ്യാത്തത് തെരഞ്ഞെടുപ്പ് വരികയാണ് ബാധിക്കുമെന്ന് കരുതിയിട്ടാണ്. കാര്യം TP ചന്ദ്രശേഖരന്റെ കാര്യം സാധാരണക്കാരുടെ അല്ലെ മലയാളികളുടെ മനസ്സിലുണ്ട്. TP ചന്ദ്രശേഖരനെ മറക്കാൻ മലയാളികൾക്ക് കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും കുഞ്ഞികൃഷ്ണന് പറ്റിയാൽ അത് ഈ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ വെട്ടിലാക്കുമെന്നുള്ള ഒറ്റ ഭയം കൊണ്ട് തന്നെയാണ് കുഞ്ഞികൃഷ്ണൻ ഒന്നും ചെയ്യാത്തത്, അല്ലാതെ സ്നേഹം കൊണ്ടല്ല. അത് മാത്രമല്ലേ, കുഞ്ഞികൃഷ്ണന് ഒരു ആക്സിഡന്റ് പോലും സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു വഴിയിൽ നിന്നൊരു പട്ടി കടിക്കരുത്, അല്ലെങ്കിൽ പാമ്പ് കടിച്ചോ, ഒന്നും അറിയാതെ പോലും ഒന്നും സംഭവിക്കരുത് എന്ന് ചിലപ്പോൾ ഇപ്പൊ പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ് ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഇവർ ആക്രമിക്കുന്നത്. അതൊരു മെസ്സേജ് കൂടിയാണ്. കുഞ്ഞികൃഷ്ണനൊപ്പം നിന്നാൽ നിങ്ങളുടെ ജീവിതം വെള്ളത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ യാത്ര നാശത്തിലേക്കാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ചേച്ചി, ഇതൊരു ഭയപ്പെടുത്തുന്ന വിഷയം മാത്രം അല്ലല്ലോ. ആ വ്യക്തി പറയുന്നുണ്ട്, അല്ലെങ്കിൽ അനിൽകുമാർ പറയുന്നുണ്ട്, ആരാണെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആരുടെയും ഊഹാപോഹങ്ങളൊന്നും പറയുന്നില്ല, എന്നോട് മറ്റാർക്കും ശത്രുത തോന്നേണ്ട. ഞാൻ ആലോചിച്ചിട്ട് കുഞ്ഞികൃഷ്ണന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിയ ഒരു കാര്യത്തിൽ മാത്രമാണ് ശത്രുത തോന്നേണ്ടത്. ഞാൻ ആരുടെയും പേര് ശരിക്കും ശത്രുത തോന്നേണ്ട ഒരു കാര്യമാണ്. ഒരു പുസ്തകം വാങ്ങി വായിക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്ത് ശത്രുത തോന്നേണ്ടത്? പയ്യന്നൂർ പോലെയുള്ള സ്ഥലത്ത്, അത്തരം രാഷ്ട്രീയം നിലനിൽക്കുന്ന സ്ഥലത്തൊക്കെ ശത്രുത തോന്നേണ്ട കാര്യം തന്നെയാണ്. അത് മാത്രമാണ് ഞാൻ പോലീസിന് അദ്ദേഹം പറയുന്നുണ്ട്, പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്, ഇനി നിയമം നടപടി എന്താന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു ഭയം ഉണ്ട്. ഇനി എന്താകും? ഇതേ ഭയം കുഞ്ഞികൃഷ്ണന്റെ ഉള്ളിലുണ്ട്. അത് പ്രകടിപ്പിക്കാതെ അല്ലെങ്കിൽ പുറത്ത് കാണിക്കാത്തത് തന്നെയാണ്. ഇനിയിപ്പോ കുഞ്ഞികൃഷ്ണനെ സപ്പോർട്ട് ചെയ്ത് അവിടെ മറ്റൊരു സ്വതന്ത്ര മത്സര രംഗത്ത് കൂടി ഇറങ്ങിയാൽ അത് CPM വലിയ തിരിച്ചടിയാകും. അത് ചിലപ്പോ CPM എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് എന്തെങ്കിലും ചെയ്യാൻ വരെ സാധ്യതയുണ്ടാകും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഭയപ്പാട് എന്ന് പറയുന്നത്, ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റുകാരായി ഇപ്പൊ അതിൽ നിന്ന് പാർട്ടി പുറത്താക്കിയെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് എങ്ങനെയാണ് എന്ന് അറിയാമോ? കണ്ണിന് കണ്ണ്, കൈക്ക് കൈ, കാലിന് കാലിന്, ജീവൻ ജീവൻ എന്ന ഒരു, കാരണം അവർക്ക് ജീവന് ഭയമില്ല. കൊല്ലുക, കൊല്ലിക്കുക, ചാവുക എന്ന ഒരു ചാവേർ മനോഭാവമാണ് ഈ പൊതുവെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് CPM ഇപ്പോഴത്തെ ഈ കുത്തഴിഞ്ഞ നേതൃത്വത്തെ എതിർക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിന് മുന്നിൽ ഇവർ റീത്ത് വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അധികം വൈകാതെ ഈ കേരളത്തിലുള്ള 90% ആൾക്കാരുടെ വീടിന് മുന്നിലും, അതായത് ഇവരുടെ സൈബർ അടിമകളല്ലാത്ത സകല മലയാളികളുടെ വീടിന് മുന്നിലും ഇവർ കുറെ റീത്ത് വെക്കേണ്ടി വരും.